ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സീറ്റ് ലോക്ക് ആവുന്നില്ല, സീറ്റ് കവർ ചേഞ്ചിങ്, അങ്ങനെ 1-2 വർക്കുകളായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റുന്ന സമയത്തോ നമ്മൾ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. അതായത് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണം അപ്പോൾ കേട്ടോ. കാരണം എന്ന് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.5 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് ശരിക്കും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. ബാറ്ററിയുടെ ലൈഫ് മാക്സിമം അയക്കണമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 5 ആമ്പിയറിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമുക്ക് വെക്കേണ്ടത് 5 ആമ്പിയറിൻ്റെ 12 വോൾട്ടുള്ള ബാറ്ററിയാണ് വെക്കണേ. നമ്മൾ വെക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സീറ്റിൻ്റെ ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, അത് കേബിൾ ഔട്ടർ വലിയ വേഗമാണ്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് നമ്മളതിൻ്റെ കേബിൾ മാറുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ കവറ് കീറി കിടക്കുന്നുണ്ട്, അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞേക്കണ വർക്ക് തന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ചേഞ്ച് ചെയ്യണ കേസാണ്. അപ്പോൾ അത്രയും വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് മാറ്റിയിടുന്നുണ്ട്, സീറ്റിൻ്റെ കേബിൾ ആ ലോക്കിൻ്റെ കേബിൾ മാറ്റുന്നുണ്ട്, സീറ്റ് കവർ മാറ്റിയിടുന്നുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റിന് ബാറ്ററി മാറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും കേസാണ് ചെയ്യണം കേട്ടോ. പിന്നെ ആ സെൻറ്റർ കവറൊക്കെ ഇവിടെ ഓൾറെഡി അഴിച്ച് പൊട്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചൊക്കെ വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല, ഈ പറഞ്ഞേക്കണ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് തരാം. നമുക്ക് ഏകദേശം ബാറ്ററിയും ഇതെല്ലാം കൂടി ഈ പറഞ്ഞേക്കണ വർക്ക് ചെയ്ത് വരുമ്പോൾ എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു ധാരണ ആണല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണേ.